വെബ് ടെക്നോളജി. ഇതിൽ വെബ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇപ്പോൾ ഇല്ല. കാരണം വെബ്സൈറ്റുകൾ എന്താണെന്നും അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് വെബ്സൈറ്റ് എന്നും അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു URL കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരു അറിവ് തരികയാണ് ഈ വീഡിയോയിലൂടെ. അതിലൂടെ നമ്മൾ സെർവർ എന്താണെന്നും ക്ലയൻറ്റ് എന്താണെന്നും പോർട്ട് എന്താണെന്നും മറ്റു കാര്യങ്ങളും അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചു പോകുന്നു. ഇതിൽ ആദ്യമായിട്ട് എന്താണ് വെബ്സൈറ്റ് അറിയാത്തവരാരുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഡെഫിനിഷൻ വൈസ് നോക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. കുറേ വെബ് പേജസുകളുള്ള കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെബ് പേജസ്? എ വെബ് പേജ് മേ കണ്ടെയ്ൻ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട്, അനിമേഷൻ ആൻഡ് മൂവീസ്. ഒരു പേജിൻ്റെ അകത്ത്, വെബ് പേജിൻ്റെ അകത്ത് നമുക്ക് ടെക്സ്റ്റുകൾ കാണാം, ഗ്രാഫിക്സുകൾ കാണാം, കുറേ അനിമേഷൻ വീഡിയോസ് കാണാം, നമുക്ക് മൂവീസുകൾ ഉള്ള വെബ്സൈറ്റ്സുകളും ഉണ്ട്. അപ്പോൾ വെബ് പേജിനെ കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു വെബ് പേജ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെല്ലാം കാണാം എന്നുള്ളത്. എങ്ങനെയാണ് ദിസ് വെബ്സൈറ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ്? അതാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആകുന്നത്? അതിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വെബ് സെർവർ ഉണ്ടായിരിക്കും. ആ സെർവറിൻ്റെ അകത്താണ് വെബ് പേജസ് സ്റ്റോർ ചെയ്യുന്നത്. അതിലൂടെ നമുക്കത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആവുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെബ് പേജസ് ആർ ടു ബി സ്റ്റോർഡ് ഇൻ ദ വെബ് സെർവർ ആൻഡ് കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ടു ബി മെയ്ഡ് അവൈലബിൾ ടു അതേഴ്സ്. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും വെബ് പേജസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു വെബ് സെർവർ എന്താണെന്നും ആ വെബ് സെർവറിൽ എങ്ങനെയാണ് നമ്മൾ ഒരു വെബ് പേജസ് ഇടുന്നതെന്നും അതെങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് അവൈലബിൾ ആവുന്നു എന്നും എല്ലാമാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് HTML. അപ്പോൾ എന്താണ് HTML? ഫുൾ ഫോം ആദ്യം പറയാം. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTMLൻ്റെ മുഴുവനായിട്ടുള്ള രൂപം. വെബ് പേജസ് ആർ ഡെവലപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലാംഗ്വേജ് കോൾഡ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. വെബ് പേജസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ലാംഗ്വേജാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇതിനെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, ദ ലാംഗ്വേജ് ഓഫ് ദ ഇൻ്റർനെറ്റ് എന്നും കൂടി ഈ HTMLനെ നമുക്ക് അറിയപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി അറിയാനുള്ളത്, കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത്, നമ്മളൊരു വെബ്സൈറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ ഒരു സിസ്റ്റം എടുക്കുക, അതിൽ നമ്മളൊരു ബ്രൗസർ തുറന്നു വയ്ക്കുന്നു. ആ ബ്രൗസറിൻ്റെ അകത്ത് നമ്മൾ ഒരു സൈറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു. ഇത്രയും നമ്മളൊരു ക്ലയൻറ്റ് എന്ന നിലയിൽ, നമ്മളൊരു യൂസർ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കാര്യവും അറിയില്ല. നമ്മൾ എൻ്റർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വെബ് പേജ് നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഒരു യൂസറിനെ സംബന്ധിച്ച് അറിയാവുന്നതുള്ളൂ. പക്ഷേ ഇത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൽ ആ ഒരു പ്രൊസീജിയേഴ്സ് നടക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബിൻ്റെ മുകളിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ബ്രൗസർ ഓപ്പൺ ചെയ്ത് നമ്മളവിടെ URL ടൈപ്പ് ചെയ്യുന്നു. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതവിടെ ടൈപ്പ് ചെയ്യുന്നു. URL ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ എന്ത് ചെയ്യും, ഈ URLനെ ശരിക്കും ചെയ്യുന്നത് DNSലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് DNS? ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർ. ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർ എന്താണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയുടെ പഠിക്കുന്നുണ്ട്. വീഡിയോൻ്റെ അകത്തുണ്ട്. DNSലേക്ക് അയക്കും. അപ്പോൾ DNSൻ്റെ അകത്ത് ഉണ്ടാവുക IP അഡ്രസ്സുകളാണ്. അപ്പോൾ DNS എന്ത് ചെയ്യും, ഈ URLന് ഈക്വലൻ്റ് ആയിട്ടുള്ള IP അഡ്രസ്സ് എവിടെയാണെന്ന് നോക്കും. ആ IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ, IPയുടെ ഫുൾ ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് സെർവർ എന്ത് ചെയ്യും, DNS സെർവർ അത് തിരിച്ച് ബ്രൗസറിന് തന്നെ കൊടുക്കും. ബ്രൗസർ ഈ തന്നിട്ടുള്ള IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ URL ഏത് സെർവറിലാണോ ഉള്ളത് ആ സെർവറുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെടും. ആ കണക്റ്റ് ചെയ്ത സെർവർ, അതിപ്പോൾ ഏതോ ഒരു സൈറ്റിൻ്റെ ആവട്ടെ, ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു സൈറ്റിൻ്റെ സെർവർ ആയിരിക്കും. അപ്പോൾ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ഇൻ ദ സെർവർ കമ്പ്യൂട്ടർ പ്രോസസ് ദിസ് റിക്വസ്റ്റ് ആൻഡ് വെബ് പേജ് ടു ബി ഡിസ്പ്ലേഡ് ഈസ് ദെൻ സെൻഡ് ടു ദ ക്ലയൻറ്റ് സെർവർ.
അപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് വീണ്ടും ആ സെർവർ ഏത് ബ്രൗസറിൻ്റെ ആണോ ഏതൊരു വെബ് സെർവറിൻ്റെ ആണോ ചോദിച്ചിട്ടുള്ളത് ആ വെബ് പേജിൻ്റെ ഫസ്റ്റ് ഭാഗം എവിടേക്ക് സെൻഡ് ചെയ്യും? നമ്മുടെ സെർവർ സോഫ്റ്റ്വെയറിന് നമ്മുടെ ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ക്ലയൻറ്റ് ബ്രൗസർ ഫോർമാറ്റ് ആൻഡ് ഡിസ്പ്ലേ ദിസ് വെബ് പേജ്. ക്ലയൻറ്റ് ബ്രൗസർ ഫോർമാറ്റ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ദിസ് വെബ് പേജ്, ഏത് വെബ് പേജാണോ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ വെബ് പേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്രയാണ് ഓർക്കേണ്ടതുള്ളൂ? ആദ്യമായിട്ട് ബ്രൗസർ URL സെൻഡ് ചെയ്യും, URL DNSലേക്ക് സെൻഡ് ചെയ്യും. DNSൻ്റെ അകത്തുനിന്ന് IP അഡ്രസ്സ് എടുക്കും. ആ IP അഡ്രസ്സ് ഉപയോഗിച്ച് ഏത് സെർവറിലേക്കാണോ കണക്ട് ചെയ്യേണ്ടത് ആ സെർവറുമായിട്ട് കണക്ട് ചെയ്യപ്പെടും. ആ സെർവറിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ അതിനാവശ്യമായിട്ടുള്ള വെബ് പേജസ് ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് അയച്ചു കൊടുക്കും. ക്ലയൻറ്റ് ബ്രൗസർ അത് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഈ സെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ്റെ രൂപത്തിൽ അതൊന്ന് എങ്ങനെയാണ് ഒരു ഡാറ്റ സെൻഡറിൽ നിന്നും റെസിപ്പിയൻറ്റിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അത് ഒന്ന് പിക്ചർ റെപ്രസെൻറ്റേഷനിൽ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ഒരു ഡാറ്റ ഒരു നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TCP/IP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ്. പ്രോട്ടോക്കോൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ റൂൾസാണ്. ഏതൊരു കാര്യവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇൻ്റർനെറ്റിലുള്ള രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂള് നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ആ ഫോളോ ചെയ്യുന്ന റൂളാണ് ഇവിടെ TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. IP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ആ ഒരു റൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പാസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സെൻഡർ എന്ന് പറയുന്നത് ഇവിടെ ഒരു കമ്പ്യൂട്ടർ കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കാണിച്ചിരിക്കുന്നുണ്ട് TCP ബ്രേക്സ് ദ ഡാറ്റ ഇൻടു പാക്കറ്റ്സ്. അപ്പോൾ ആദ്യം നമ്മൾ സെൻഡ് ചെയ്യുന്ന ആൾ ആ സെൻഡ് ചെയ്തിട്ടുള്ള ഡാറ്റയെ ആദ്യം എന്ത് ചെയ്യും? അത് സ്പ്ലിറ്റ് ചെയ്ത് പാക്കറ്റ്സുകളാക്കി മാറ്റും. ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന ഡാറ്റകൾ നമ്മൾ പല റൗട്ടേഴ്സ് വഴി ഇൻ്റർനെറ്റിലൂടെ കടന്നു പോകും. അത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഒരു പാസിംഗ് ഉണ്ടാവുന്നത്. അവസാനം തേർഡ് സ്റ്റെപ്പ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. തേർഡ് സ്റ്റെപ്പ് TCP resembles the data packets back to the original form. അതായത് നമ്മൾ ഈ സെൻഡ് ചെയ്തപ്പോൾ സമയത്ത് നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഡാറ്റയെ അത് സ്പ്ലിറ്റ് ചെയ്ത് പാക്കറ്റ്സുകളാക്കിയിട്ടുണ്ടെന്ന്. ആ പാക്കറ്റുകളെ മുഴുവൻ എന്ത് ചെയ്യും? ഇവിടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ആരിലേക്ക് എത്തിക്കുന്നു? റെസിപ്പിയൻറ്റിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഈ TCP/IP പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് സെൻഡറും റിസീവറിനും ഇടയിൽ നടക്കുന്ന കാര്യം. കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് 2. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന വിധമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ക്ലയൻറ്റ് ടു വെബ് സെർവർ ആൻഡ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. രണ്ട് രീതിയാണുള്ളത്. ഒന്ന് ക്ലയൻറ്റിൽ നിന്ന് വെബ് സെർവറിലേക്കുള്ളത്, മറ്റൊന്ന് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ആദ്യത്തെ കേസാണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ, ക്ലയൻറ്റിൽ നിന്ന് വെബ് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വലിയ ഓതൻറ്റിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. ഒരു വെബ് പേജ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ് പേജ് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു. അതിനുള്ള ഫോളോ ചെയ്യുന്ന IP അഡ്രസ്സ് എവിടെ നിന്നാണോ എടുക്കേണ്ടത് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അത് സാധാരണ രീതിയിൽ ചെയ്യുന്നതാണ്. ബട്ട് in the case of web-based banking application or email services, username and password are required to be sent to the server. എല്ലാ കേസും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ബാങ്കിങ് സർവീസസൊക്കെ ആവശ്യമാകുമ്പോൾ നമുക്കറിയാവുന്നതാണ്. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായ ഓതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ മെത്തേഡ് ഉപയോഗിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് HTTPS പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ആ ഒരു HTTPS ഉപയോഗിക്കുമ്പോൾ ആ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ എൻക്രിപ്റ്റ് ചെയ്യും നമ്മുടെ യൂസർ നെയിമിനെയും പാസ്വേഡിനെയും. എന്നിട്ടാണ് അത് സെൻഡ് ചെയ്യുന്നത്, സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഈ HTTP വർക്ക് ചെയ്യുന്നത് യൂസിങ് സെക്യൂർ സോക്കറ്റ് ലെയർ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ്. സെക്യൂർ സോക്കറ്റ് ലെയർ SSL ഉപയോഗിച്ചിട്ടാണ് HTTP വർക്ക് ചെയ്യുന്നത്. ആ SSL ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സെക്യൂരിറ്റി മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഇംപേഴ്സണേറ്റ് ദ യൂസേഴ്സ് ലോഗിൻ
അതായത് നമ്മുടെ യൂസേഴ്സിൻ്റെ ലോഗിനെ ഇംപേഴ്സണേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോർമേഷൻസിനെ ഓൾട്ടർ ചെയ്യുന്നുണ്ടോ എന്നും കൂടി ആര് ചെക്ക് ചെയ്യുന്നുണ്ട്? SSL ചെക്ക് ചെയ്യുന്നുണ്ട്. SSL പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ക്ലയൻറ്റ് ടു വെബ് സെർവർ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഒരു വെബ് പേജ് റിക്വസ്റ്റ് ചെയ്ത് വരുന്നു, അത് അതിൻ്റെ ആ ഒരു ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു ഓതൻറ്റിക്കേഷൻ ആവശ്യമായി വരിക ഓൺലി അറ്റ് ദ ടൈം ഓഫ് ബാങ്കിങ് ഓർ അറ്റ് ദ അതർ യൂസർ നെയിം പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മറ്റ് കേസസ് വരുമ്പോൾ മാത്രമാണ് ആ ഒരു ഓതൻറ്റിക്കേഷൻ അവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ ഒരു പിക്ചറിലൂടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഒന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു സൈഡിൽ നമ്മളൊരു കമ്പ്യൂട്ടർ കാണിച്ചിട്ടുണ്ട്, അത് ബ്രൗസർ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ. ഈ രണ്ടാമതായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു സെർവർ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മളൊരു ബ്രൗസറിൽ ഒരു ഓതൻറ്റിക്കേഷൻ ആവശ്യമുള്ള ഒരു വെബ്സൈറ്റ്, ഒരു ബാങ്കിങ് സൈറ്റ് ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യാൻ ബ്രൗസർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം അത് ചെയ്യുന്നത് സെർവറിലേക്ക് ഒരു SSL സർട്ടിഫിക്കറ്റിന് വേണ്ടി സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗസർ അത് വെരിഫൈ ചെയ്യും. The browser then verify whether this certificate is valid by checking it with the corresponding certification authority. ആ സർട്ടിഫിക്കേഷൻ അതോറിറ്റി അത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഓക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗസർ നമ്മുടെ ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതും എൻക്രിപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ആ ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ബ്രൗസർ ടു സെർവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. തിരിച്ച് സെർവർ അത് തിരിച്ച് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രൗസറിലേക്ക് കൊടുത്തുകൊള്ളും. ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പിന്നീട് അവിടെ നടന്നുകൊള്ളും. ഇതാണ് ഒരു SSL സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ ഇതിനിടയിൽ നടക്കുന്നത്. ഈ ബാങ്കിങ് സൈറ്റുകളുടെ മുകളിലായിട്ട് ആ URL കൊടുത്തതിൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു ലോക്ക് സിമ്പൽ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ആ ലോക്ക് സിമ്പലിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ്സ് വ്യൂ ചെയ്യാനും പറ്റും. അത് നമ്മുടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ബാങ്കിൻ്റെയൊക്കെ സൈറ്റിൽ നമ്മൾ ആ ലോക്ക് സിമ്പൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് സിമ്പൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു സർട്ടിഫിക്കറ്റ്സ് അത് ഷോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പിക്ചറിൽ അത് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് വണ്ണാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ട് സെർവറുകൾ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ യൂസറുണ്ട്. യൂസർ നമുക്കൊരു പിക്ചറിൽ കാണാൻ പറ്റും. ഫസ്റ്റിൽ നമ്മളൊരു യൂസറിനെയാണ് കാണിച്ചിരിക്കുന്നത്. ആ യൂസർ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ്സിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്തെന്ന് കരുതുക. അത് ആദ്യം തന്നെ ആ ഓർഡർ കിട്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെർച്ചൻറ്റ് സെർവർ, ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് മെർച്ചൻറ്റ് സെർവർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ഷോപ്പിംഗ് വെബ്സൈറ്റ്സിൻ്റെ സെർവറാണെന്ന് കരുതുക. നമുക്കറിയാം ആമസോൺ, ഫ്ലിപ്കാർട്ട്, അത് ഏതെങ്കിലും ഒരെണ്ണിൻ്റെ സെർവറാണെന്ന് കരുതുക. അവർ നമുക്ക് ഓക്കെ ആയിക്കഴിഞ്ഞാൽ, നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പൈസ കൊടുക്കാൻ വേണ്ടി നമ്മൾ കാർഡോ ഏത് വിധമാണോ ഉപയോഗിക്കുന്നത്, ബാങ്ക് വഴി കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ഏത് ബാങ്കിലേക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ ബാങ്കിൽ നിന്നുള്ള റിക്വസ്റ്റിന് വേണ്ടിയിട്ട് അത് സെൻഡ് ചെയ്യും. വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ പറഞ്ഞ് പൈസ ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്യുന്നത്. ആ സമയത്ത് മെർച്ചൻറ്റ് സെർവറും ബാങ്കിൻ്റെ സെർവറും ഓതൻറ്റിക്കേഷൻ അത്യാവശ്യമാണ്. അവർ തമ്മിലൊരു ഡിജിറ്റൽ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഡാറ്റ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ നടക്കുന്നത് മെർച്ചൻറ്റും ബാങ്കും തമ്മിലുള്ള, ബാങ്ക് സെർവറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഈ ഒരു കേസ്, അതായത് ബാങ്കിൻ്റെ സെർവറും മെർച്ചൻറ്റ് സെർവറും തമ്മിൽ നമ്മുടെ ഓതൻറ്റിക്കേഷന് വേണ്ടി, ഡിജിറ്റൽ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. ആ ഡിജിറ്റൽ സർട്ടിഫിക്കേഷൻ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെർവർ കമ്മ്യൂണിക്കേഷൻ യൂസിങ് എൻക്രിപ്റ്റഡ് ഡാറ്റ. ആ എൻക്രിപ്റ്റഡ് ഡാറ്റ പാസ് ചെയ്തിട്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കോളും. ഇതാണ് ഒരു വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. പേയ്മെൻറ്റ് ഗേറ്റ്വേ, അതായത് നമ്മുടെ മെർച്ചൻറ്റും നമ്മുടെ ബാങ്ക് സെർവറും തമ്മിൽ മണി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇടയിലായിട്ടൊരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്ന ആളെയാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷനിലൂടെ പോകാം നമുക്ക്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഈസ് എ സെർവർ ദാറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മെർച്ചൻറ്റ് സെർവർ ആൻഡ് ബാങ്ക് സെർവർ ആൻഡ് ട്രാൻസ്ഫർ മണി ഇൻ എൻക്രിപ്റ്റഡ് ഫോർമാറ്റ്. ഇത് തമ്മിലുള്ള ബാങ്ക് സെർവറും
നമ്മുടെ മെർച്ചൻറ്റ് സെർവറും തമ്മിലുള്ള ട്രാൻസാക്ഷൻ എൻക്രിപ്റ്റഡ് ഫോമാറ്റിലാണ് അത് നടത്തുന്നത്. പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴിയാണ് ആ പേയ്മെൻറ്റ് നടത്തി വരുന്നത്. അത് വെനെവർ ആൻ ഓൺലൈൻ പേയ്മെൻറ്റ് മണി ട്രാൻസ്ഫർ ഈസ് മേഡ്. അപ്പോൾ ഇങ്ങനെ മണി ട്രാൻസ്ഫർ നമുക്ക് രണ്ട് സൈഡിലും ഓക്കെ ആയി കഴിഞ്ഞാൽ തന്നെ ട്രാൻസാക്ഷൻ നടന്നുകൊള്ളൂ. ഇതാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വെബ് സെർവറിൻ്റെ അകത്ത് നമ്മൾ എന്താണ് വെബ് സെർവർ എന്ന് അറിഞ്ഞിരിക്കണം. നമ്മളിങ്ങനെ പറയുമ്പോൾ സെർവർ എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്താണ് വെബ് സെർവർ? വെബ് സെർവറിൻ്റെ അകത്താണ് വെബ് പേജസുകളൊക്കെ ഉണ്ടാവുക. വെബ് സെർവറാണ് നമ്മൾ യൂസർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇൻ്റർനെറ്റിലൂടെ വെബ് പേജസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു വെബ് സെർവറിൻ്റെ അകത്ത് സാധാരണ ഒരു വെബ് സെർവറിൻ്റെ അകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, വെബ് സെർവർ സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ തന്നെ അതിൻ്റെ അകത്തുണ്ടായിരിക്കും. ഈ വെബ് സെർവറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് എല്ലാ സമയത്തും സ്വിച്ച് ഓൺ ആയിരിക്കും. ഹൈ ബാൻഡ് വിഡ്ത്ത് ഉണ്ടായിരിക്കും. ഇൻ്റർനെറ്റ് കണക്ഷൻ ഹൈ ബാൻഡ് വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ആയിരിക്കും. കാരണം നമ്മൾ എപ്പോൾ തുറന്നു നോക്കിയാലും, അത് രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഏത് സമയത്ത് തുറന്നു നോക്കിയാലും വെബ് സെർവറിൻ്റെ അകത്ത് പേജസ് ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ എപ്പോഴാണോ റിക്വസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾവേസ് സ്വിച്ച് ഓൺ ആയിരിക്കും. ഹൈ ബാൻഡ് വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻസും ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ വെബ് സെർവറിന് ഒന്നോ അതിലധികമോ പ്രോസസ്സേഴ്സുള്ള വെബ് സെർവേഴ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വെബ് സെർവറിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ തരാനുള്ളത്. സെർവറിൻ്റെ കൂടെ തന്നെ കേട്ടുപോകുന്ന ഒരു വേർഡാണ് ഡാറ്റാ സെൻറ്റേഴ്സ്. ഡാറ്റാ സെൻറ്റർ ഈസ് എ ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ വേർ ഓർഗനൈസേഷൻസ് ഹൗസ് ദെയർ സെർവർ ആൻഡ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം. നമ്മുടെ സെർവേഴ്സ് എല്ലാം ഒന്നിച്ച് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ഫിസിക്കൽ ലൊക്കേഷനെയാണ് നമ്മൾ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ആ ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്ത് എക്സ്റ്റൻസീവ് ബാക്കപ്പ് പവർ സപ്ലൈ ഉണ്ടായിരിക്കും, കൂളിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, ഹൈ സ്പീഡ് നെറ്റ്വർക്ക് കണക്ഷൻസ് ഉണ്ടായിരിക്കും, ഹൈലി സെക്യൂർഡ് ആയിരിക്കും. കാരണം അത്രയും സെർവേഴ്സ് ഒന്നിച്ച് ലൊക്കേറ്റ് ചെയ്യുന്നൊരു ഫിസിക്കൽ ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റവും ഉണ്ടായിരിക്കും. ഈ ഡാറ്റാ സെൻറ്റേഴ്സ് റാക്കുകളാക്കിയിട്ടായിരിക്കും കൃത്യമായിട്ട് ഈ ഒരു സെർവേഴ്സിനെ സൂക്ഷിച്ചിരിക്കുന്ന. ഹൈ വെന്റിലേഷൻസ് ഉണ്ടായിരിക്കും, ഹൈ മെയിൻ്റെനൻസ്, വെരി ഈസി ആയിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്ന ഒരു സ്ഥലമാണ് ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് സെർവറിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരുകളാണ്. ലിനക്സ് ബേസ്ഡ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആയിട്ടുള്ളത് സോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, ഒറാക്കിളിൻ്റെ സോളാറിസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും യൂസ് ചെയ്യുന്നുണ്ട്. ആ ലിനക്സിൽ തന്നെ റെഡ് ഹാറ്റ്, ഓപ്പൺ സൂസി, ഡെബിയാൻ, ഉബുണ്ടു എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സെർവറിൻ്റെ അകത്ത്. വെബ് സെർവറിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കുറച്ച് പാക്കേജുകളെ പരിചയപ്പെടുത്താണ്. അപ്പാഷെ സെർവേഴ്സ്, IIS സെർവേഴ്സ്, GWS, ഗിഗ്നിസ്, അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഇഗ്നിസ് എക്സ് എന്നാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ പോർട്സ്. എന്താണ് സോഫ്റ്റ്വെയർ പോർട്ട്? അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഹാർഡ്വെയർ പോർട്ടിലേക്ക് കിടക്കുക. ഹാർഡ്വെയർ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഡിവൈസസിനെ, നമ്മൾ എന്ത് ഡിവൈസസ് ആണെങ്കിലും ആ ഡിവൈസസിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമുക്കൊരു പോർട്ട് ആവശ്യമാണ്. അത് നമ്മുടെ മോണിറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്, മൗസ് കണക്ട് ചെയ്യുന്നത്, കീബോർഡ് കണക്ട് ചെയ്യും, എല്ലാം തന്നെ പോർട്ട് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. VGA പോർട്ടാണെങ്കിലും PS2 പോർട്ടാണെങ്കിലും യൂസ് ചെയ്തിട്ടാണ് ഹാർഡ്വെയറുകളെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ പോർട്ടിനെ പറയുന്ന പേരാണ് ഹാർഡ്വെയർ പോർട്ട് എന്ന്. അതേപോലെ തന്നെ നമ്മളെ കൈൻഡ് കമ്പ്യൂട്ടറിനെ സെർവറുമായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോർട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരിക്കലും ഫിസിക്കൽ പോർട്ടല്ല ഉപയോഗിക്കുന്നത്. പകരം നമ്മൾ HTTP സർവീസസ് ആണെങ്കിലും അല്ലെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സർവീസസ് ആണെങ്കിലും നമ്മൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒന്നും ആക്സസ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ പോർട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിനെ സെർവർ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ പോർട്ടുകൾ തന്നെ നമ്മൾ ഓരോന്നിനും യുണീക്ക് നമ്പറാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 16 ബിറ്റുള്ള നമ്പേഴ്സ് ആയിരിക്കും അതിനുവേണ്ടി ഈ പോർട്ട് നമ്പേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്. എ സർവീസസ് ഇൻ എ വെബ്സൈറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഇൻ ദ ഫോർമാറ്റ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക, HTTP ഈസ് എ പ്രോട്ടോകോൾ. പിന്നെ അവിടെ കൊടുത്ത google.co.in അത് ഡൊമൈൻ നെയിമാണ്. 80 ഈസ് ദ പോർട്ട് നമ്പർ. അങ്ങനെ പോർട്ട് നമ്പർ, ഈ ഒരു പോർട്ട് നമ്പറാണ് ഇതിനെ ഓരോന്നിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഏത് സർവീസസ് ആണ് അവൈലബിൾ
ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ പോർട്ട് നമ്പർ. ഓരോ സർവീസസിനും ഓരോ പോർട്ട് നമ്പേഴ്സ് വീതമുണ്ട്. അപ്പോൾ FTP 20 and 21, SSH 22, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ 25, DNS 53, HTTP 80, OP3 110, HTTPS 443. ഇത് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ സർവീസസ് കൊടുത്തിട്ട് അതിന് ഉപയോഗിക്കുന്ന പോർട്ട് നമ്പർ ഏതാണെന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുള്ളതാണ്. അതുകൊണ്ട് പോർട്ട് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇവിടെ DNS സെർവർ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. DNS എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും നമുക്ക് അറിയാം, DNS എന്ന് പറയുന്നത് DNS സെർവർ റൺ എ സ്പെഷ്യൽ പർപ്പസ് നെറ്റ്വർക്കിംഗ് സോഫ്റ്റ്വെയർ ദാറ്റ് കണ്ടെയ്ൻസ് എ ഡാറ്റാബേസ് ഓഫ് ഡൊമൈൻ നെയിം ആൻഡ് ദെയർ IP അഡ്രസ്. ഡൊമൈൻ നെയിമും അതിൻ്റെ IP അഡ്രസ്സുമുള്ള ഒരു പ്ലേസാണ് DNS സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് URL റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൊമൈൻ നെയിം ഇക്വലൻ്റ് ആയിട്ടുള്ള IP അഡ്രസ്സ് DNS സെർവർ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് DNS സെർവർ സാധാരണയായിട്ട് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ഈ ഒരു DNS സെർവറിൻ്റെ യൂസ് നമുക്ക് എപ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ടൊന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ കുറച്ച് സ്റ്റെപ്പുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഒരു വെബ് ബ്രൗസറിൽ നിന്ന് നമ്മൾ URL കൊടുത്തു കഴിഞ്ഞാൽ DNSലേക്ക് പോയി കഴിഞ്ഞ് അവിടെ നിന്ന് എങ്ങനെയാണ് അത് റിട്ടേൺ ചെയ്യുന്നതെന്നാണ് നമ്മൾ ആ ഫസ്റ്റ് ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബ്രൗസറിൽ URL കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ പെട്ടെന്ന് ചില സൈറ്റുകൾ പെട്ടെന്ന് വരുന്ന കാണാം, ചിലത് കുറേ സമയമെടുത്തതിന് ശേഷമാണ് വരുന്നത്. ആ സമയമൊന്നും നമുക്കത്ര വലിയ ലാഗ് ചെയ്ത് കാണാൻ പറ്റില്ല, എന്നാൽ പോലും കുറച്ച് സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് പിന്നിലുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ആ DNS പോയി IP അഡ്രസ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് IP അഡ്രസ്സൊക്കെ എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു URL കൊടുത്തു കഴിഞ്ഞാൽ, ബ്രൗസറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുക, അത് ബ്രൗസറിൽ അത് എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രൗസറിൻ്റെ കാഷെയിൽ ഉണ്ടായിരിക്കും അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള IP അഡ്രസ്സ്. അതപ്പോൾ നമുക്ക് ദൂരെ വീണ്ടും ഒരു സെർച്ചിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ IP അഡ്രസ്സ് ഉപയോഗിക്കാം. ഇനി ബ്രൗസറിന് നോക്കി ബ്രൗസറിൻ്റെ കാഷെയിൽ കാഷെ മെമ്മറിയിൽ അതില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പിന്നീട് ചെക്ക് ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാഷെ മെമ്മറിയിലായിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ സിസ്റ്റത്തിൽ എപ്പോഴെങ്കിലും അത് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാഷെ മെമ്മറിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള IP അഡ്രസ്സ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് നമുക്കത് വെബ്സൈറ്റിൽ ബ്രൗസറിൽ URL ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം, വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യും. ഇനി അവിടെയും ഇല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാഷെ മെമ്മറിയിലും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നോക്കുന്നത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെ IP അഡ്രസ്സ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലുണ്ടോ എന്നാണ്. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ അകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ BSNL ആവാം, വോഡഫോൺ ആവാം, ഏത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു സെൻറ്ററും ആവാം. അതിൻ്റെ അകത്ത് അത് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ IP അഡ്രസ്സ് അവിടെ നിന്ന് റിസോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അവിടെയും IP അഡ്രസ്സ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അത് നമ്മുടെ DNSലേക്ക് തന്നെ പോകും. DNS വെബിൽ ചെക്ക് ചെയ്യും, അവിടെ എവിടെയെങ്കിലും IP അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കി ഇക്വലൻ്റ് ആയിട്ടുള്ള IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് സാധാരണയായിട്ട് ഒരു വെബ് ബ്രൗസറിൻ്റെ അകത്ത് നമ്മൾ IP അഡ്രസ്സ് വെബ് ബ്രൗസർ URL കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ട IP അഡ്രസ്സ് എടുക്കാനുള്ള മെത്തേഡ്. ഇനി അഥവാ ഈ DNSൽ സെർച്ച് ചെയ്തതിന് ശേഷം അവിടെയും നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെർവർ നോട്ട് ഫൗണ്ട് എന്നുള്ളൊരു മെസ്സേജ് നമ്മുടെ സ്ക്രീനിൽ വരുന്നത് കാണാം. ഇതാണ് സാധാരണയായിട്ട് ഒരു DNSൽ നിന്നും IP അഡ്രസ്സ് എടുക്കാനുള്ള മെത്തേഡ്. താങ്ക് യു.